ഹോർമൂസ് ഇറാന്റേതാണ്, ഇറാന്റേതായിരുന്നു, ഇനിയും ഇറാന്റേതായി തുടരും. ഹോർമൂസ് പിടിച്ചെടുക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശക്തമായ ഭാഷയിൽ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ. വെറുമൊരു ട്വീറ്റ് കൊണ്ടോ വിമാനവാഹിനി കപ്പൽ കൊണ്ടോ ഹോർമൂസ് പിടിച്ചെടുക്കാനാകുമെന്നാണോ നിങ്ങൾ കരുതുന്നതെന്നാണ് ഇറാൻ ചോദിക്കുന്നത്. എന്താണ് ട്രംപ് ലക്ഷ്യമിടുന്നത്? ട്രംപിൻ്റേത് വെല്ലുവിളി മാത്രമായി തുടരുമോ? ഇറാൻ ഹോർമൂസിൽ കൂടുതൽ ശക്തരാവുകയാണോ? ഈ പോരാട്ടം എവിടേക്കാണ് പോകുന്നത്? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് ഹോർമൂസിനെ കുറിച്ചുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വരുന്നത്. ഇറാനെ പരാജയപ്പെടുത്തിയ ശേഷം ഹോർമൂസ് അമേരിക്കൻ പ്രദേശമായി പ്രഖ്യാപിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ന്യൂയോർക്കിലെ ഒരു പരിപാടിക്കിടെയായിരുന്നു ട്രംപിന്റെ പരാമർശം. അതായത് ഇതുവരെ ഹോർമൂസിൽ നിയന്ത്രണം സ്ഥാപിക്കണമെന്ന് മാത്രം പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ അതിനേക്കാൾ ഒരു പടി കൂടി മുന്നോട്ട് പോവുകയാണ്. ഹോർമൂസിനെ തന്നെ അമേരിക്കയുടെ പ്രദേശമാക്കുമെന്നതാണ് അവകാശവാദം. പക്ഷേ ഈ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഇറാന്റെ മറുപടിയും എത്തി. ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഖാസിം കരിബാബാദിയാണ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് മറുപടിയുമായി രംഗത്തെത്തിയത്. ഒരു ട്വീറ്റിലൂടെയോ വിമാനവാഹിനി കപ്പൽ കൊണ്ടോ ഒരു തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിലൂടെയോ ഹോർമൂസ് പിടിച്ചെടുക്കാനാകില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഹോർമൂസ് ഇറാന്റേതായിരുന്നു, ഇറാന്റേതാണ്, ഇനിയും ഇറാന്റേതായിരിക്കും അദ്ദേഹം വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും സുപ്രധാന കപ്പൽപാതയായ ഹോർമൂസ് ഇറാന്റെ അനുമതി പ്രകാരമേ തുറന്നു പ്രവർത്തിക്കുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫെബ്രുവരി 28-ന് ഇസ്രായേലുമായി ചേർന്ന് US സൈന്യം ആക്രമണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ച് സമ്മർദ്ദം ശക്തമാക്കിയത്. ഹോർമൂസിലെ ഇറാന്റെ ആധിപത്യം കൂടുതൽ ശക്തിയാർജിക്കുമ്പോഴാണ് ഇറാനെ പരാജയപ്പെടുത്തിയതിനു ശേഷം ഹോർമൂസിനെ അമേരിക്കൻ പ്രദേശമായി പ്രഖ്യാപിക്കുമെന്ന് ട്രംപ് ഇപ്പോൾ പറയുന്നത്. അതേസമയം അമേരിക്കയുമായി ഏറ്റുമുട്ടുമ്പോൾ ഇറാന്റെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ട്രംപ് കാർഡുകളിലൊന്നാണ് ഹോർമൂസ്. അമേരിക്ക ഇറാനെതിരെ സൈനിക നടപടി ആരംഭിക്കുമ്പോഴൊക്കെയും ഹോർമൂസിലെ നിയന്ത്രണം വെച്ചുകൊണ്ടുകൂടിയാണ് ഇറാൻ തിരിച്ചടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോർമൂസ് നിയന്ത്രിക്കുന്നത് ഇറാനെ സംബന്ധിച്ച് ഒരു സാമ്പത്തിക നേട്ടം മാത്രമല്ല, സൈനികവും രാഷ്ട്രീയവുമായ ശക്തി കൂടിയാണ്. കാരണം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നാണ് ഹോർമൂസ്. പേർഷ്യൻ ഗൾഫിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വലിയൊരു വിഭാഗം എണ്ണയും വാതകവും ഈ കടലിടുക്ക് വഴിയാണ് കടന്നു പോകുന്നത്. ഹോർമൂസിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടാൽ അതിന്റെ ആദ്യ പ്രതിഫലനം എണ്ണ വിപണിയിലായിരിക്കും. എണ്ണ വില ഉയരും, ഇന്ധന വില ഉയരും, അതിനൊപ്പം ഗതാഗത ചെലവും സാധനങ്ങളുടെ വിലയും കൂടും. അതായത് ഇറാനെതിരെ അമേരിക്ക എത്ര വലിയ സൈനിക സമ്മർദ്ദം ചെലുത്തിയാലും ഹോർമൂസിലെ നിയന്ത്രണം ഉപയോഗിച്ച ലോക സമ്പദ് വ്യവസ്ഥയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശേഷി ഇറാനുണ്ട്. ഇതാണ് ഹോർമൂസിലെ ഇറാന്റെ പ്രധാന ബാർഗെയിനിങ് പവർ. അമേരിക്കയുടെ ലക്ഷ്യവും ഇതുതന്നെയാണ്, ഇറാന്റെ കയ്യിലുള്ള ഈ സമ്മർദ്ദ ആയുധം ഇല്ലാതാക്കുക. അതുകൊണ്ടാണ് ഹോർമൂസിൽ അമേരിക്ക നാവിക സാന്നിധ്യം കൂടുതൽ ശക്തമാക്കുന്നത്. ഹോർമൂസിലൂടെ കപ്പലുകൾ സുരക്ഷിതമായി കടന്നു പോകണം എന്നതാണ് അമേരിക്കയുടെ വാദം. പക്ഷേ അതിനു പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഹോർമൂസിനെ അമേരിക്കൻ പ്രദേശമാക്കുമെന്ന് പറയുന്നതിലൂടെ ഇറാന്റെ ഏറ്റവും വലിയ ശക്തികേന്ദ്രം തന്നെ അമേരിക്കയുടെ നിയന്ത്രണത്തിലാക്കണമെന്ന സന്ദേശമാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇത് പ്രായോഗികമായി എത്രത്തോളം സാധ്യമാണ് എന്നതാണ് മറ്റൊരു ചോദ്യം. ഹോർമൂസ് ഭൂമിശാസ്ത്രപരമായി അമേരിക്കൻ പ്രദേശമല്ല. കടലിടുക്കിന്റെ വടക്ക് ഭാഗത്ത് ഇറാനും തെക്ക് ഭാഗത്ത് ഒമാനുമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഏകപക്ഷീയമായി ഹോർമൂസിനെ സ്വന്തം പ്രദേശമായി പ്രഖ്യാപിക്കുക എന്നത് തീർത്തും അസാധ്യമായ കാര്യമാണ്. അതിനാൽ ട്രംപിന്റെ പ്രസ്താവനയെ ഒരു രാഷ്ട്രീയ സൈനിക ഭീഷണിയായി മാത്രമാകും ഇറാൻ കാണുന്നത്. ഹോർമൂസ് ഇന്ന് വെറും ഒരു കപ്പൽ പാതയല്ല, അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശക്തി പരീക്ഷയുടെ ഏറ്റവും നിർണായക വേദിയാണ്. ആരുടെ കയ്യിലാണ് ഹോർമൂസിന്റെ നിയന്ത്രണം എന്നത് ഈ യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാന ദിശാസൂചികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ ഹോർമൂസ് ഇത്രയും നിർണായക ഘടകമാകുന്നത്.